തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി.ജെ.പി അധ്യക്ഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണമാണ് പുറത്തുവന്നത്. ആരോപണം തിരിച്ചടിയാകുമെന്നാണ് ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. റോഷിപാൽ വിവരങ്ങളുമായി. ഇന്ന് റോഷിപാലിന്റെ ചോദ്യങ്ങൾക്ക് ഒന്നിനു പോലും മറുപടി നൽകിയില്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ രേഖകൾ സഹിതം അതിനെ ഖണ്ഡിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനാണ് സാധാരണഗതിയിൽ വാർത്താ സമ്മേളനം നടത്തുക. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒറ്റ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. മാത്രമല്ല, റിപ്പോർട്ടിനെ കോർണർ ചെയ്തുകൊണ്ടുള്ള മറുപടിയുമാണ് അധ്യക്ഷനും ഉപാധ്യക്ഷനും നടത്തിയത്. ഇതിനെ എങ്ങനെയാണ് ബി.ജെ.പിയിലെ മറ്റു നേതാക്കൾ കാണുന്നത്? റോഷിപാൽ, സ്മൃതി, ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമടക്കം തുടങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ആരോപണം ഉയരുന്നത്. ആരോപണം പ്രതിരോധിക്കാൻ കഴിയാതെ ബി.ജെ.പി നേതാക്കളടക്കം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ വിശദീകരണം ബി.ജെ.പി സംസ്ഥാന നേതാക്കൾക്ക് പോലും നൽകുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ ഈ വിശദീകരണം നൽകുമെന്ന കണക്കൂട്ടലായിരുന്നു ബി.ജെ.പിയുടെ നേതാക്കൾക്കുണ്ടായിരുന്നത്. പക്ഷേ ആ ചോദ്യം മാത്രം ഉത്തരം പറയാതെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. ഇതോടെ വീണ്ടും ബി.ജെ.പി നേതൃത്വം ഒന്നാകെ പ്രതിസന്ധിയിലാവുന്ന കാഴ്ചയാണ്. എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? കാരണം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നു. ആരോപണത്തിൽ ഉറച്ചുനിന്ന് ലോകായുക്തയിലേക്ക് പരാതിയുമായി പോയി പോരാട്ടം ശക്തമായി തുടരുകയാണ് പരാതിക്കാരൻ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വിശദീകരണം നൽകാൻ രാജീവ് ചന്ദ്രശേഖർ ഭയപ്പെടുന്നത് എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, ബി.ജെ.പിയുടെ നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലാകുന്നുണ്ട്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ വലിയ അസംതൃപ്തി നേതാക്കൾക്കൊക്കെയുണ്ട്. എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല? സാധാരണ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതൊക്കെ പ്രതിരോധിക്കാറുണ്ട്, അത് കൃത്യമായി അതിന് വിശദീകരണം നൽകാറുണ്ട്. മാധ്യമപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു രീതി ബി.ജെ.പിയുടെ നേതാക്കൾക്കുണ്ടായിരുന്നില്ല. വാർത്താ സമ്മേളനങ്ങളിൽ അവർ കൃത്യമായി മറുപടി പറഞ്ഞു പോകാറായിരുന്നു. ഇത് അവഹേളനമാണ്, അധിക്ഷേപമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതും അഴിമതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ഭൂമി കുംഭകോണത്തിന്റെ തെളിവുകൾ വന്നപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾക്കാണ് ഇങ്ങനെയുള്ള ഒരു മറുപടി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.